നമസ്കാരം. മാധ്യമങ്ങളുടെ ഇന്നത്തെ സർക്കാർ വിരുദ്ധ വാർത്തയുടെ ഇരയെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ആണല്ലോ. അദ്ദേഹത്തിനെതിരെ ചട്ടവിരുദ്ധ പ്രവർത്തനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിക്കുന്നിടത്തോളം പരസ്യമായിട്ട് ഈ സർക്കാർ സംവിധാനങ്ങളെ വിമർശിച്ചാൽ സർവീസ് ചട്ടപ്രകാരമുള്ള ഒരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത്. ആ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു എന്ന് അറിഞ്ഞ ഉടനെ കിട്ടിപ്പോയേ, സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം കിട്ടിപ്പോയേ എന്ന തരത്തിലും സർക്കാർ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്നു എന്ന രീതിയിൽ ഒരു നരേഷൻ ഉണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇനി ഇതിന്റെ വസ്തുത ജനം അറിയണമല്ലോ. ഹാരിസ് എന്ന ഡോക്ടർ പറയുന്ന കാര്യത്തിൽ കഴമ്പില്ല എന്നോ അദ്ദേഹം ഉന്നയിച്ച കാര്യം തെറ്റായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പുലർത്തേണ്ട ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പുലർത്തിക്കഴിഞ്ഞാൽ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദിജിക്കെതിരെ എങ്ങാനും പറഞ്ഞു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇന്നിപ്പോ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഹാരിസ് എന്ന് പറയുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മതം കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങ് യു പിയിൽ 72 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചതിനെ കുറിച്ച് ഒരു ഡോക്ടർ നടത്തിയ വെളിപ്പെടുത്തലിന് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും ജയിലിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ അറിയാലോ. ഡോക്ടർ ഹാരിസിനെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാര്യം യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയാൻ പാടില്ല, നിങ്ങൾ അറിയിക്കത്തുമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, പ്രത്യേകിച്ച് നിയമവിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ആഘോഷങ്ങൾക്കിടയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മനഃപൂർവ്വം അത് കാണിക്കത്തില്ല. അത് സർക്കാരിനെതിരായിരുന്നെങ്കിൽ ഉടനടി ഹൈലൈറ്റ് ചെയ്ത് വന്നേനെ. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ടുള്ള കാരണസഹിതം എന്തുകൊണ്ടാണ് ആ നടപടി എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. കാര്യം നമുക്ക് ഒരു ആഘോഷ കമ്മിറ്റിക്കാർ ചില പ്രത്യേക താല്പര്യത്തോടു കൂടി വീണ് കിടക്കുന്ന കോൺഗ്രസുകാർക്ക് ഊർജം കൊടുത്ത് എടുത്തുകൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് നമ്മൾ ജനങ്ങളെ തുറന്നു കാട്ടി കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹരീഷ് വാസുദേവ് പറഞ്ഞ ആ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങളൊന്ന് കൃത്യമായി കേൾക്കണം. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് വാസുദേവ്, അദ്ദേഹം പലപ്പോഴും സർക്കാരിനെ വിമർശിച്ച് പോസ്റ്റ് ഇടുന്ന ഒരാൾ കൂടിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറിച്ചിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണം. വിസിൽ ബ്ലോവറായ ഡോക്ടർ ഹാരിസിന് നോട്ടീസ് കൊടുത്തു എന്നത് വലിയ വാർത്തയായി കാണുന്നുണ്ട്. ഒരാൾക്കെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അതിന്മേൽ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ നോട്ടീസ് അയക്കുക എന്നതൊരു സ്വാഭാവിക സർക്കാർ നടപടിക്രമമാണ്. പരസ്യ വിമർശനം ഉന്നയിച്ചതിലെ ഉദ്ദേശശുദ്ധിയും പൊതുനന്മയും വിശദീകരിച്ച് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് നൽകിയ മറുപടി തന്നെ സർക്കാരിന് നൽകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മറുപടി ഫയലിൽ സ്വീകരിച്ച് സർക്കാർ നടപടി അവസാനിപ്പിക്കുകയും ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് എന്റെ ഉത്തമ വിശ്വാസം. ഇക്കാര്യത്തിൽ അതിനുമപ്പുറം പോകാനില്ല എന്ന് നേരത്തെയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണല്ലോ. മന്ത്രി പറഞ്ഞെന്ന് എഴുതി ഫയൽ ക്ലോസ് ചെയ്യാനാകില്ലല്ലോ. ഇതിന്റെ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ മന്ത്രിക്കോ സർക്കാരിനോ ഇപ്പോഴൊരു തീരുമാനം പറയാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ മന്ത്രിയുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല, കാത്തിരിക്കുക. ഡോക്ടർ ഹാരിസിനോട് സർക്കാരിന്റെ നയം നേരത്തെ പറഞ്ഞത് മാറിയെങ്കിൽ മാത്രമേ വിവാദത്തിന് സ്കോപ്പ് ഉള്ളൂ. അതല്ല മറിച്ചാണെങ്കിൽ നടപടിയെടുത്താൽ സർക്കാർ ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അസ്ഥാനത്തുള്ള പേടിയാണെന്ന് തോന്നുന്നു. അതാണ് ഇന്നത്തെ പത്രവാർത്ത ഷെയർ ചെയ്തുകൊണ്ട് ഹരീഷ് വാസുദേവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നടപടിക്രമം മാത്രമാണ്, നിയമവിദഗ്ധരായിട്ടുള്ളവർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മാധ്യമങ്ങൾ വലിയ വാർത്താ തള്ളിച്ചയുമായി ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണെന്ന് മനസ്സിലാകാതെ ഡോക്ടർ ഒന്ന് വിതുമ്പുന്ന സാഹചര്യമുണ്ടായി. പിന്നെന്ത് വേണം, ഒരു വിതുമ്പൽ കിട്ടിയല്ലോ, അങ്ങ് ആഘോഷിക്കുകയല്ലേ. പക്ഷെ വൈകിട്ടായപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. അതിനെ സംബന്ധിച്ച് അദ്ദേഹവും കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. അവിടെ തീർന്നു കാര്യങ്ങൾ. കാര്യം നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷെ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നിയമപരമായ വഴിക്ക് പോകേണ്ടതുണ്ട്. പരസ്യമായിട്ട് എന്തിന് വിമർശനം നടത്തി എന്നതിനെ സംബന്ധിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിന് വിശദമായിട്ടുള്ള മറുപടി കൊടുക്കുക. അല്ലാതെ ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും വാർത്ത സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പരിശ്രമം. അത് ഇന്നിപ്പോ ഏറ്റവും അവസാനം ഡോക്ടറെ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എന്തെങ്കിലും മന്ത്രിക്കെതിരെ ഒന്ന് പറയൂ എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണ് കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന പരിശ്രമം എത്രത്തോളം ഉണ്ടെന്നും ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിക്കൊള്ളൂ. ഇല്ല, അതിലൊന്നും കുഴപ്പമില്ല. അതെല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. കഴിഞ്ഞ വർഷം ഓഡിറ്റിംഗ് കഴിഞ്ഞ സാധനങ്ങളാണ്. താങ്കൾ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണോ ഇത്? അല്ല, അതറിയില്ല. അതെന്തായാലും അവര്
ഓഡിറ്റ് ചെയ്യുന്നതല്ലേ, എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ്. ഈ കഴിഞ്ഞ വർഷം ഓഡിറ്റ് കഴിഞ്ഞ ഡോക്ടറുടെ കാലത്താണ് ഡോക്ടർ ഈ മേധാവി ആയതിനു ശേഷമാണോ ഈ ഉപകരണം കാണാതാകുന്നത്? അല്ല, അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണങ്ങളൊന്നുമില്ല. ഉപകരണ ഭാഗം കാണാതായി ഇല്ല, അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നുമില്ല. ഇല്ലില്ല, കാണാതായിട്ടില്ല. ഓസിലോസ്കോപ്പ് എന്ന ഒരു ഇല്ലില്ല, മോഷിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. വിദഗ്ധ സമിതിക്ക് അങ്ങനെ ഇതാന്ന് അത് മുഴുവൻ നോക്കാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന 20 ലക്ഷം രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണം അതിന്റെ ഒരു ഭാഗം കാണാനില്ല എന്നാണ് പറയുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രിയാണ് പറയുന്നത്. മന്ത്രി അങ്ങനെ അത്തരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് കാണാതായിട്ടില്ല എന്ന മന്ത്രി കള്ളം പറയുകയാണോ? അല്ലാതെ ഒന്നാമത്തെ കാര്യം അത് 20 ലക്ഷം രൂപ എന്നുള്ളത് അങ്ങനെയില്ല. അത് 14 ലക്ഷം രൂപ 14 ലക്ഷം രൂപയുടെ സാധനമാണ്. അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. അതിനകത്ത് അത് ഇടയ്ക്ക് അത് പിന്നെ കളക്ടർ ഓഫീസിലൊക്കെ അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് അദ്ദേഹത്തിന്റെ ശശി തരൂർ ബഹുമാനപ്പെട്ട എംപിയുടെ ഫണ്ടിൽ നിന്ന് എടുത്താണ്. അതിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് വിദഗ്ധ സമിതിക്ക് ഇതെല്ലാം ഒരുപാട് എക്യുപ്മെന്റ്സ് ഉള്ളതാണല്ലോ. അത് മൊത്തം പരിശോധിക്കാനൊന്നും അവർക്ക് സമയം കിട്ടിക്കാണത്തില്ല. ഉണ്ടല്ലോ, ഉണ്ട്. ഒരു ഉപകരണ ഭാഗവും പോയിട്ടില്ല. വകുപ്പിൽ തന്നെ ഉണ്ട്. വകുപ്പിൽ തന്നെ എല്ലാം ഓപ്പറേഷൻ തിയേറ്ററിലുള്ളതാണ്. ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടുവരുത്തിയെന്നുള്ള കാര്യങ്ങൾ കൂടി തനിയെ കേടുവരില്ല, കേടുവരുത്തിയെന്നുള്ളത് അങ്ങനൊന്നും വിദഗ്ധ സമിതി പറയാൻ ഒരു സാധ്യതയില്ല. വിദഗ്ധ സമിതി അങ്ങനൊന്നും പറയാനുള്ള ഇല്ല 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 അങ്ങനെ പറയാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നിരുന്നു. അതിന്റെ വലിയ വിദഗ്ധമായ എൻക്വയറി കമ്മിറ്റി പല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നടത്തി അതിന്റെ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കുകയും DMEക്ക് കൊടുക്കുകയും ചെയ്തു. അതിനകത്തൊന്നും അങ്ങനെ കേടാക്കിയെന്നോ ഒന്നുമില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ആരോപണം ഇന്ന് വരെ വന്നിട്ടില്ല. ആകെ ഒരു ആരോപണമേ വന്നിട്ടുള്ളൂ. ആ ആരോപണമാണ് ഞാനിപ്പോ പറഞ്ഞത്. പിന്നീട് ഇന്ന് മന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഡോക്ടറിലേക്ക് എല്ലാ മുനകളും ഒരു ചൂണ്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഡോക്ടർ എന്റെ ഒരു ഉത്തരവാദിയാണ്, അത്ര നിഷ്കളങ്കമല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മന്ത്രി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സാധൂകരിക്കേണ്ടത്, അത് അങ്ങനെയല്ല എന്നോട് തിരുത്തി പറയേണ്ടത്. അല്ല, അങ്ങനെയല്ല. ഞാനെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നുമില്ല. എനിക്ക് പിന്നെ ഇത് എൻക്വയറിയുടെ ഒരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. മെമ്മോയിൽ പോലും അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സർക്കാരിന്റെ ചട്ടവിരുദ്ധം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അതിനൊരു വിശദീകരണം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയത്തില്ല. മന്ത്രി മാത്രമല്ല, മന്ത്രിയുടെ സ്റ്റാഫും ഒക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്ക് എന്റെ പേരിൽ ആക്ഷനൊന്നും ഉണ്ടാവില്ല. ഒരു ഉപകരണം ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട് എന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള ബൈറ്റായിരുന്നു. ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട്, അതിൽ അന്വേഷണം നടത്തും. ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ പോലീസിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അറിയിക്കുന്നതാണ് മന്ത്രി പറഞ്ഞത്. നടക്കട്ടെ. അല്ലാതെ എൻക്വയറി ഏത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കട്ടെ. അങ്ങനൊന്നുമില്ല. ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്റെ എല്ലാ ഉപകരണങ്ങൾക്കും എനിക്കാണ് ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും അറിയാം. എല്ലാം ഉണ്ട്. കേടാക്കിയിട്ടില്ല. മന്ത്രി അങ്ങനെ പറയുന്നത് ശരിയായി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് അവിടെ ഉള്ളതെങ്കിൽ ഓസിലോസ്കോപ്പ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രി അങ്ങനെ പറയുന്നത്? അതറിയില്ല. അങ്ങനെയാണ് ഞാൻ ആ വാർത്ത കേട്ടതുമില്ല. അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അന്വേഷിച്ചതില്ല. അല്ല, അന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് വിദഗ്ധ സമിതിയിലെന്നോ ഒന്നാമത്തെ കാര്യം അവർക്ക് ഇത് മൊത്തം നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തിരിക്കുന്ന സാധനമാണ്. അവർക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. 2 ദിവസങ്ങളിലാണ് എൻക്വയറി നടന്നത്. അവർക്ക് ഇതിനകത്തൊന്നും കയറാനോ ഒന്നും അകത്ത് ചെക്ക് ചെയ്യാനോ ഒന്നും യാതൊരു തരത്തിലുള്ള സാവകാശവും കിട്ടിയില്ല. അതിനുള്ള അനുവാദങ്ങളും ഇല്ല. അവർ അതിനല്ല വന്നതും. വിദഗ്ധ സമിതിക്ക് അങ്ങനെ അകത്ത് കയറി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളോ അതിന്റെ ഭാഗങ്ങളോ ഒന്നും പരിശോധിക്കാനുള്ള ഒരു സമയവും കിട്ടിയിട്ടില്ല. അവരങ്ങനെ ചെയ്തിട്ടുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ മേധാവിയായിട്ട് വന്നിട്ട് ഇപ്പം 1 കൊല്ലം അല്ലേ? അപ്പോ അതിനു മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപകരണ ഭാഗം കാണാതെ പോയതോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഡോക്ടർ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം ഒരിക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു ജൂനിയർ ഡോക്ടർക്കെതിരെ എഴുതി കൊടുത്ത പരാതിയാണത്.
ഒരു ഉപകരണം മനഃപൂർവ്വം കേടാക്കി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിന് ഉള്ള എഴുതി കൊടുത്തതാണ്. അത് പിന്നെ അത് വലിയ സീരിയസ് ആയിട്ട് എൻക്വയറി ഒക്കെ നടത്തി അതിനകത്തൊന്നും ഒന്നുണ്ട്. ഒരു വാസ്തുവില്ല.